വശത്ത് ഇറാനും മറുവശത്ത് ഗൾഫ് രാജ്യങ്ങളും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധത്തിന്റെ പ്രകമ്പനം ഇന്ത്യയിലും മലയടിച്ചു തുടങ്ങി. എണ്ണവില ഉയർന്നതിനു പിന്നാലെ ഇന്ത്യയിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്കുള്ള കയറ്റുമതിയും തടസ്സപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കേരളത്തിൽ നിന്നുള്ള പഴം പച്ചക്കറി കയറ്റുമതി നിലച്ചിരുന്നു. ഇപ്പോഴിതാ ദക്ഷിണേന്ത്യയിലെ പ്രമുഖ മാർക്കറ്റുകളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള മുട്ട കയറ്റുമതിയും തടസ്സപ്പെട്ടു. രാജ്യത്തെ പ്രധാനപ്പെട്ട മുട്ട ഉൽപാദക മേഖല തമിഴ്നാട്ടിലെ നാമക്കല്ലാണ്. ഇവിടെ നിന്ന് പ്രതിദിനം 50 മുതൽ 60 ലക്ഷം മുട്ടകളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധം മുറുകിയതോടെ മുട്ട കയറ്റുമതിയും സ്തംഭിച്ചു. നാമക്കല്ലിൽ 1600-ലധികം പൗൾട്രി ഫാമുകൾ ഉണ്ടെന്നാണ് കണക്ക്. പ്രതിദിനം 7 കോടിക്കടുത്ത് മുട്ടകളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. മുട്ട കയറ്റുമതി തടസ്സപ്പെട്ടതോടെ വിലയും താഴ്ന്നു. നാമക്കല്ലിൽ ഒരു മുട്ടയുടെ വില 4.6 രൂപയായിട്ടാണ് താഴ്ന്നത്. കഴിഞ്ഞ നവംബറിൽ നാമക്കല്ലിൽ മുട്ട വില 6 രൂപയ്ക്ക് മുകളിലായിരുന്നു വില. ഗൾഫിലേക്കുള്ള കയറ്റുമതി കൂടിയതും ആഭ്യന്തര ഉപയോഗം വർദ്ധിച്ചതുമായിരുന്നു കാരണം. ജനുവരിയിലും ഫെബ്രുവരിയിലും മൊത്തവില 5 രൂപയ്ക്ക് മുകളിലായിരുന്നു. എന്നാൽ പശ്ചിമേഷ്യൻ സംഘർഷം യുദ്ധത്തിലേക്ക് വഴിമാറിയതിനു പിന്നാലെ 4.8 രൂപയിലേക്കും പിന്നീട് 4.6 രൂപയിലേക്കും വില താഴ്ന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും വിലയിടിയുമെന്നാണ് സൂചന. മാർച്ചിലെ വിലയിടിവിന്റെ പ്രധാന കാരണം യുദ്ധം മാത്രമല്ല. വേനൽക്കാലത്ത് തമിഴ്നാട്ടിലും കേരളത്തിലും മുട്ട ഉപയോഗം കുറവാണെന്നാണ് നാഷണൽ എഗ് കോർഡിനേഷൻ കമ്മിറ്റി നാമക്കൽ യൂണിറ്റ് ഭാരവാഹികൾ പറയുന്നത്. വേനലിനൊപ്പം റംസാൻ വ്രതാനുഷ്ഠാനം തുടങ്ങിയതും മുട്ട ഉപയോഗം ഇടിയുന്നതിന് കാരണമായിട്ടുണ്ട്. യുദ്ധം കാരണം തങ്ങളുടെ ഓർഡറുകളിൽ കുറവ് വന്നിട്ടില്ലെന്നാണ് നാമക്കൽ ഫാം ഉടമകൾ പറയുന്നത്. എന്നാൽ വരും ദിവസങ്ങളിൽ പ്രതിസന്ധി രൂപപ്പെട്ടേക്കുമെന്ന ആശങ്കയും അവർ പങ്കുവെക്കുന്നുണ്ട്. അതേസമയം കർണാടകയിലെ മുട്ട ഉൽപാദകർ യുദ്ധത്തിന്റെ തീവ്രത അറിഞ്ഞു തുടങ്ങി. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതി തീർത്തും നിലച്ചുവെന്ന് മൈസൂരു എഗ് കോർഡിനേഷൻ കമ്മിറ്റി സോണൽ പ്രസിഡന്റ് സതീഷ് ബാബു പറയുന്നുണ്ട്. കെട്ടിക്കിടക്കുന്ന മുട്ട മുഴുവൻ ഇന്ത്യൻ മാർക്കറ്റിൽ വിറ്റഴിക്കേണ്ട അവസ്ഥയാണ്. സ്വാഭാവികമായും വില കുറയ്ക്കേണ്ടി വരും. ഡിമാൻഡിനേക്കാൾ ഉൽപാദനം കൂടി നിൽക്കുന്ന അവസ്ഥ വലിയ നഷ്ടത്തിന് കാരണമാകുമെന്നും ഈ രംഗത്തുള്ളവർ പറയുകയാണ്.